മേ കം ഇൻ സർ. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഡോക്ടർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഇതിലുണ്ട്. താങ്ക് യു സർ. എനിക്കറിയേണ്ടത് പ്രധാനമായ ഒരു കാര്യം മാത്രമാണ്. ഡോക്ടർ മിലന്റെ പേഷ്യൻസ്, അതിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സജസ്റ്റ് ചെയ്ത എത്ര പേഷ്യൻസ് ഉണ്ടായിരുന്നു? ഗുരുതരമായ രോഗമുണ്ടായിരുന്ന എല്ലാ പേഷ്യൻസിന്റെയും ലിസ്റ്റ് അതിലുണ്ട്. ഓ, എനിക്കറിയേണ്ടത് അതിൽ 25 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. ഡോക്ടർ തന്ന ലിസ്റ്റിൽ ആകെ ഉള്ളതിൽ 14 പേരും സ്ത്രീകളാണ്. അതിൽ തന്നെ 10 പേർ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. 22-നും 27-നും ഇടയ്ക്ക് പ്രായമുള്ള പേഷ്യൻസ് 4 പേരുണ്ട്. അപ്പോ ഡോക്ടർ അന്വേഷിക്കുന്ന പേരും അതിൽ തന്നെ ഉണ്ടാകണം. താങ്ക് യു സർ. ശരി. ഇനി എനിക്ക് ഡോക്ടർ മിലനെ ഒന്ന് കാണണം. അത് പറ്റില്ല സർ. വൈ? എന്തു പറ്റി? ഡോക്ടർ മിലൻ ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ. ഇപ്പോ പിന്നെ എവിടെ പോയി? വിദേശത്തെങ്ങാനും പോയോ? അതോ ജോലി രാജിവെച്ചോ? അല്ല സർ, ഈ ഹോസ്പിറ്റലിന്റെ എല്ലാമായിരുന്നു ഡോക്ടർ മിലൻ. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടറായിരുന്നു. കഴിഞ്ഞ 1 മാസം മുൻപ് അദ്ദേഹം ഒരു വാഹന അപകടത്തിൽ മരിച്ചുപോയി. മൈ ഗോഡ്. ഈശ്വര, സമൃദ്ധയുടെ ഭൂതകാലത്തിലേക്കുള്ള വഴി അടയുകയാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞങ്ങൾക്കും ഡോക്ടറിന്റെ മരണം ഒരു ഷോക്കായിരുന്നു. വളരെ വളരെ പ്രതീക്ഷയോടെ ഞാൻ വന്നത്. സർ, എനിക്കൊരു ഹെൽപ്പ് കൂടി ചെയ്യണം. പറയൂ സർ, ഞാൻ എന്താ ചെയ്യേണ്ടത്?